நைஃப் வந்து ஒரிஜினல். அதனால சார் நானே பண்ணுறேன் சார். அப்படி பார்த்தாரு, இப்படி குத்துவேன், அப்படி பிடிப்பார். ജയിലർ അൺലോക്ക് സൂപ്പർ സ്റ്റാർ രജനികാന്ത് അഭിനയിച്ച മെഗാ ബ്ലോക്ക് ബസ്റ്റർ ചലച്ചിത്രം ജയിലറിന് പിന്നിലെ കഥ സബ്ടൈറ്റിലിനോടൊപ്പം നിങ്ങളുടെ സൺ നെക്സ്റ്റിൽ മാത്രം കണ്ടാസ്വദിക്കാം. ഇപ്പോൾ തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇനിയിപ്പോ പൂച്ച കയറിയ കേക്ക് മുറിച്ച് സമാധാനിക്കാം. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ലല്ലോ. ഈ കേക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്തു വെച്ച് ആരാന്ന് അറിഞ്ഞല്ലേ പറ്റൂ. സമയത്തിന് മുമ്പേ നേരത്തെ എടുത്ത് വെച്ചത് ഇത് നശിപ്പിക്കാനാണെന്നുള്ളത് ഉറപ്പാ. ഇതാരും മനഃപൂർവ്വം ചെയ്താ? ആരും മനഃപൂർവ്വം ചെയ്തതായിരിക്കില്ല. ശ്രേയ മോള് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാൻ മറന്നു പോയതായിരിക്കും. അല്ല, ഞാൻ ഫ്രിഡ്ജിൽ തന്നെയാ വെച്ചത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എങ്കിൽ പിന്നെ ഇത് ആരാണ് പുറത്തെടുത്ത് വെച്ചെന്ന് അറിയണമല്ലോ. ഇനിയിപ്പോ എന്തിനാ അത് അറിയുന്നത്? പോയത് പോയി. തൽക്കാലം എല്ലാരും കൂടി ഒരു ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിട്ട് പോയി കിടന്നങ്ങ് ഉറങ്ങാം. എന്താ? അങ്ങനെ പോയി കിടന്നങ്ങ് ഉറങ്ങിയാലേ അത് ശരിയാവില്ലല്ലോ. മനഃപൂർവ്വം ഈ പിറന്നാള് മുടക്കാൻ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതെനിക്കൊന്ന് അറിയണം. രാജി, രാജി, എന്താ സുമംഗലാമ്മേ? ഈ കേക്ക് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചത് നീയാണോ? അതെ, ഞാൻ തന്നെയാണ് പുറത്തെടുത്ത് വെച്ചത്. ഗിരിജ ചേച്ചിയല്ലേ എന്നോട് പറഞ്ഞത് കേക്ക് എടുത്ത് പുറത്തു വെക്കാൻ? എന്റെ ദൈവമേ, പൂച്ചയും കേറി. അപ്പോഴേ ഞാൻ ചേച്ചിയോട് പറഞ്ഞതല്ലേ കേക്ക് എടുത്ത് പുറത്തു വെച്ച പൂച്ച കേറുമെന്ന്. അപ്പൊ ചേച്ചി പറഞ്ഞു അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാന്ന്. ഞാൻ ഇവിടെ നിൽക്കാന്ന് പറഞ്ഞപ്പോൾ എന്നെ നിർബന്ധിച്ച് പറഞ്ഞ് അടുക്കളയിലേക്ക് വിട്ടു. കഷ്ടമായല്ലോ ചേച്ചി, എന്ത് നല്ല കേക്കായിരുന്നു. ഗിരിജേ, അപ്പൊ മനഃപൂർവ്വം നീ ഈ കേക്ക് നശിപ്പിച്ചതാണല്ലേ? അല്പം മുമ്പ് ചോദിച്ചപ്പോ നീ എന്താ പറഞ്ഞേ? നിനക്കൊന്നും അറിയില്ലെന്ന്. രാജിയെ കൊണ്ട് ഇത്രയൊക്കെ ചെയ്യിപ്പിച്ചിട്ട് നീ ഒന്നും അറിയാത്തതുപോലെ നിന്നല്ലേ? എന്തിനാ നീ ഇത് ചെയ്തത്? അത് പിന്നെ ഞാൻ കേക്ക് മുറിക്കാൻ സമയമായി എന്ന് കരുതി. കേക്ക് മുറിക്കാനല്ല, ഈ പിറന്നാൾ ആഘോഷം മുടക്കാൻ തന്നെ ഇത് ചെയ്തത്. എന്തു തോന്നിയാസോ നീ കാണിച്ചത്? മതി, ഇതിന്റെ പേരിൽ ഇവിടെ തല്ലും വഴക്കും ഒന്നും വേണ്ട. എന്റെ പിറന്നാള് നമ്മളെല്ലാവരും കൂടി ഈ കേക്ക് മുറിച്ച് ആഘോഷിച്ചതായി ഞാൻ അങ്ങ് കരുതിക്കോളാം. ഈ പിറന്നാൾ ആഘോഷം ഞങ്ങൾ വേണ്ടാന്ന് നോക്കിയാ? നിങ്ങൾക്ക് ആർക്കും ഇഷ്ടമല്ലായിരുന്നെങ്കിൽ അത് നേരത്തെ പറയണമായിരുന്നു. എല്ലാം ഒരുക്കി കഴിഞ്ഞിട്ടും ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അമ്മയ്ക്കിത് എന്ത് പറ്റി? വാശിയും വൈരാഗ്യമൊക്കെ ഉള്ളിലുണ്ടെങ്കിലും ഇതുവരെ ആരും ഇവിടെ ഇങ്ങനെയൊന്നും പെരുമാറിയിട്ടില്ല. വളരെ മോശമായി പോയി അമ്മേ. നിന്റെ സ്വഭാവം കുറച്ചൊക്കെ മാറിയെന്നാ ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇപ്പൊ മനസ്സിലായി, നീ മാറില്ല. ഈ ജന്മത്ത് നിന്നെ കൊണ്ട് മാറാനും പറ്റില്ല. ഈ പിറന്നാൾ ആഘോഷം നീ നാശമാക്കിയില്ലേ? മതി അമ്മേ, ആരെയും വഴക്ക് പറയണ്ട. ഈ പിറന്നാൾ ആഘോഷം ഇങ്ങനെ ആവാനാ വിധി. അങ്ങനെ കരുതിയാ മതി. വാരൂ ഉപേക്ഷട്ടാ. അങ്ങനെ പോകാൻ വരട്ടെ. ഒരു കേക്ക് പൂച്ച നശിപ്പിച്ചെന്ന് കരുതി പിറന്നാൾ ആഘോഷം മാറ്റി വെക്കേണ്ട ഒരു കാര്യമില്ല. ഒരു 5 മിനിറ്റ് തന്നാ മതി, പിറന്നാൾ കേക്ക് ഇവിടെ എത്തും. ഓ, ഇനിയിപ്പോ അതിന്റെ ഒന്നും ആവശ്യമില്ല. ആവശ്യമുണ്ട്. നിഖിലേ, ഓർഡർ ചെയ്യേ. ആ, Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday to you.
ഇവൻ ഒറ്റ ഒരുത്തനാ ഇത് കൊളവാക്കിയത്. ഹാപ്പി ബർത്ത്ഡേ ഏട്ടത്തി. ഹാപ്പി ബർത്ത്ഡേ.